എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 9ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പെയർ ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പെയർ ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ ആ പേരിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഈ ചാപ്റ്ററിൽ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്നുള്ളത്. എന്താണ് ഒരു പെയർ ഓഫ് ഇക്വേഷൻ, അതായത് ഒരു ജോഡി സമവാക്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ചാപ്റ്ററിൽ മുഴുവനായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഇക്വേഷൻസിനെ കുറിച്ചിട്ട് സമവാക്യങ്ങളെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ചരങ്ങൾ, എന്താണ് വാരിയബിൾസ് എന്നുള്ള കാര്യങ്ങളൊക്കെ 8ാം ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ബാക്കി എന്നുള്ളതാണ് ഇവിടെ പെയർ ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓൾജിബ്ര അല്ലെങ്കിൽ നമ്മൾ വാരിയബിൾസ് ഉപയോഗിച്ച് പറയുന്ന ബീജഗണിത രൂപം അല്ലെ, ചരങ്ങൾ ഉപയോഗിച്ച് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്ര എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, ഈ ക്ലാസ്സിലേക്ക് കിടന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ വീഡിയോക്കകത്ത് തന്നെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്, അതേപോലെ തന്നെ എപ്പോഴാണ് നമ്മൾ ഒരു ജോഡി സമവാക്യം നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ സമവാക്യങ്ങൾ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇത് ശരിക്കും സമവാക്യ ജോഡികൾ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇക്വേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, സമവാക്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ഒരു പെയർ ഓഫ് ഇക്വേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ തന്നെ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമമുള്ള ഒരു ഈക്വൽ ടു ഉള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ സമവാക്യം എന്ന് പറയുന്നത്. ഒരു ലെഫ്റ്റ് സൈഡ് ഉണ്ടാവും, ഒരു റൈറ്റ് സൈഡ് ഉണ്ടാവും, ഇങ്ങനെ ഒരു ഈക്വൽ ടു ഒരു സമം ഉണ്ടാവും. ഇത് എല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് എന്ത് ഒരു സമവാക്യ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഇക്വേഷൻ നമുക്ക് ആവശ്യം വരുന്നത്. നമ്മൾ കണക്കില് മാത്സില് ഒരു അറിയാത്ത കാര്യങ്ങളെ ശ്രദ്ധിക്കുക. അതിനു മുന്നേ നമ്മൾ ചരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ വാരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സമവാക്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എന്താണ് വാരിയബിൾ? വാരിയബിൾ എന്ന് പറഞ്ഞാൽ ചരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണക്കിലെ അറിയാത്ത കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചരങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കുട്ടികളുടെ എണ്ണം അറിയില്ല, അല്ലെങ്കിൽ പൈസ അറിയില്ല, അല്ലെങ്കിൽ ഒരു ചതുരത്തിന്റെ നീളവും ഇത് ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്കറിയില്ല. അങ്ങനെയൊക്കെ വരുന്ന കേസിലാണ് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചരങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ചരങ്ങൾ അല്ലെങ്കിൽ വാരിയബിൾസ് ഉപയോഗിച്ച് പറയുന്ന കണക്കിലെ സമവാക്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഓൾജിബ്ര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ബീജഗണിതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ സമവാക്യം ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എന്ന് പറയാൻ പറ്റും. ഞാൻ ഒരു സംഖ്യയിലൂടെ 7 കൂട്ടിയപ്പോൾ 11 കിട്ടിയെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഒരു നമ്പറിലൂടെ നമ്മൾ 7 കൂട്ടിയപ്പോൾ നമുക്ക് 11 കിട്ടി. അപ്പോൾ സംഖ്യ എന്നുള്ളതിന് ആ നമ്പർ എന്നുള്ളതിന് ഞാൻ എക്സ് എന്ന് എടുത്തെന്ന് വിചാരിച്ചു. എക്സ് എന്ന് എടുത്തു. അതിലൂടെ ഞാൻ എന്ത് കൂട്ടണം, 7 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 11 കിട്ടുന്നുണ്ടെന്നാണ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു സെന്റൻസിൽ നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യനെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ മാത്സിന്റെ രൂപത്തിൽ ഒരു മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ഇക്വേഷൻ ഫോമിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു നമ്പറിലൂടെ അതേതാണെന്ന് നമുക്കറിയില്ല, അതിലൂടെ 7 കൂട്ടിക്കഴിഞ്ഞാൽ 11 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആ കാര്യത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ശ്രദ്ധിക്കാൻ, എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ 7 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അങ്ങനെ 7 അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇവിടെ +7 എന്നുള്ളത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായി മാറും, അത് -7 ആയി മാറും. then x is equal to 11 - 7 is equal to 4 എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം കൂട്ടാനെടുത്ത സംഖ്യ ഏതാണ്, 4 ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അതായത് ഇവിടെ +7 നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ചെയ്തിട്ടുള്ളത്, ഞാൻ ചില ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ പല ചാപ്റ്റേഴ്സിൽ ഞാൻ പറഞ്ഞതാണ്, ഒരു നമ്പറിനെ നമ്മൾ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ, സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ എന്താണോ ചെയ്യുന്നത് അത് നേരെ റിവേഴ്സ് ആയി മാറും. അതായത് പ്ലസിനെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നെങ്കിൽ മൈനസ് ആയി മാറും, -7 ആണ് പോകുന്നെങ്കിൽ +7 ആയി മാറും, ഗുണനാണ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നെങ്കിൽ ഹരണായി മാറും, ഹരണാണ് കൊണ്ടുവന്നെങ്കിൽ ഡിവിഷനായി മാറും, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഗുണനായി മാറും എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. അതായത് ഇപ്പോൾ ഞാനതൊന്ന് മാറ്റി പറയാൻ പോവാണ്. ഒരു ക്ലാസ്സിലെ ടോട്ടലി ഒരു 100 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിച്ചു. അതിൽ ഞാൻ പറയണേ, ബോയ്സിന്റെ എണ്ണം ഗേൾസിനേക്കാൾ ഒരു 10 കൂടുതലാണ്, 10 കുട്ടികൾ കൂടുതലാണ്. ബോയ്സിന്റെ എണ്ണം കൂടുതലാണ്, ഗേൾസിനേക്കാൾ 10 കൂടുതലാണ്. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ വിചാരിക്കാം. ഈ ക്വസ്റ്റ്യൻ വേറെ രീതിയിലാണ് നമ്മൾ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗേൾസിന്റെ എണ്ണം ബോയ്സിന്റെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം.
ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഒരു വാരിയബിൾ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് വാരിയബിൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതായത് ഒരു ചരം ഉപയോഗിച്ചും രണ്ട് ചരങ്ങൾ ഉപയോഗിച്ചും നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മളെ കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒരു ക്ലാസ്സിലെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. അപ്പോൾ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ വെറുതെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാണ്, B+G, ഗേൾസും ബോയ്സും കൂട്ടിക്കഴിഞ്ഞാൽ 100 ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? ബോയ്സിൻ്റെ എണ്ണം ഗേൾസിനേക്കാൾ 100 കൂടുതലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു വാരിയബിൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരു ചരം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ വരാമെന്ന് നോക്കാം. ഒരു ചരം മാത്രം, അല്ലെങ്കിൽ ഒരു വാരിയബിൾ മാത്രം. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ബോയ്സിൻ്റെ എണ്ണം ഞാൻ, അല്ലെങ്കിൽ നമ്മൾ ഇത്തരം ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റാണ്, നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ചെറിയ അളവിന്, ചെറിയ വാല്യൂവിന് നമ്മൾ എന്ത് എക്സ് എന്ന് കൊടുക്കാം. അത് നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളുന്നില്ല, പക്ഷെ ഒരു ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ഉപയോഗം എന്താണെന്ന് പിന്നീട് മനസ്സിലാവും. ചെറിയ വാല്യൂവിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വലിയ വാല്യൂ എന്തായിരിക്കും? എക്സ് പ്ലസ് സംതിങ് ആയിട്ടാണ് വരിക. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ബോയ്സിൻ്റെ എണ്ണം ഗേൾസിനേക്കാൾ 10 കൂടുതലാണ്. അപ്പോൾ ബോയ്സ് ആണ് കൂടുതൽ, ഗേൾസ് കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇത് ഏറ്റവും ചെറിയ അളവ് ഏതാണോ അതിന് എക്സ് കൊടുക്കാൻ. അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത്, ഞാൻ എക്സ് എന്ന് എടുത്തു. ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്, നിങ്ങൾക്ക് മലയാളം സ്റ്റെപ്പ് എന്ത് എഴുതാം, അതും കൂടെ പറയുന്നുണ്ട്. പെൺകുട്ടികളുടെ എണ്ണം അത് നമുക്ക് എന്ത് ചെയ്ത് എക്സ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗേൾസിന്റെ എണ്ണം എക്സ് എന്നാണെങ്കിൽ ബോയ്സിന്റെ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് എന്ത് വരും? ഗേൾസിനേക്കാൾ 10 കൂടുതലാണ് ബോയ്സിന്റെ എണ്ണം. അതായത് ഇതിലൂടെ 10 കൂട്ടണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ബോയ്സിന്റെ എണ്ണം കിട്ടുക. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ടോട്ടൽ സ്ട്രെങ്ത് B+G എന്ന് പറയുന്നത് 100 ആണ് തന്നിട്ടുണ്ട്. ആകെ കുട്ടികളുടെ എണ്ണം, അതില്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്തുവരും 100 ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാളുടെ എണ്ണം മറ്റേ ആളുകളേക്കാൾ 10 കൂടുതലാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാളുകളെ കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ 100 ആണ് ക്ലാസ്സിലെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക, ഇതാണ് ബോയ്സിന്റെ എണ്ണം, ഇതാണ് ഗേൾസിന്റെ എണ്ണം. ഇത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ എന്താണെന്ന് പറയുന്നത്? 100 ആണെന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുമ്പോൾ രണ്ടും കൂടെ കൂട്ടുകയാണെങ്കിൽ ഗേൾസിന്റെ എണ്ണം എക്സ് ആണ്, പ്ലസ് ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് 10 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ 100 ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ 100. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, എക്സും കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2x കിട്ടും. 2x plus 10 is equal to 100 ആണ് വരുന്നത്. ഓക്കെ, 2x plus 10 is equal to 100 ആണ് വരുന്നത്. ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതാണ് ഒരു സമവാക്യം എന്ന് പറയുന്നത്. നമ്മുടെ ചോദ്യത്തിലെ സമവാക്യം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യത്തെ നമ്മളൊരു സമവാക്യ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് അല്ലാത്ത എല്ലാ സംഖ്യകളെയും നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 10 അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 2x is equal to, ഈ 10 അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തെങ്കിലും -10 ആയി മാറും. കാരണം ഇവിടെ +10 ആയിട്ട് നിൽക്കുന്നത്, അത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ -10 ആയി മാറും. 100 - 10 is equal to 90 എന്ന് പറയുന്നത്. അതായത് 2x is equal to 90 അല്ലേ? ഇനി എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ടിനെയും കൂടെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ 2 അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ശ്രദ്ധിക്കുക, 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? 2x എന്ന് പറഞ്ഞാൽ 2 × x ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഗുണനാണ് വരുന്നത്. ആ *2നെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന സമയത്ത് എന്ത് ചെയ്യും? അത് /2 ആയി മാറും, അല്ലെങ്കിൽ ഹരണമായി മാറും, ഡിവിഷനായി മാറും. ദെൻ x is equal to നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 90/2 is equal to 45 എന്ന് എഴുതാം. പറഞ്ഞത് മനസ്സിലായി? x എന്ന് പറയുന്നത് എന്താണ്? 45. x എന്ന് പറഞ്ഞാൽ ഗേൾസിന്റെ എണ്ണമാണ്. ഗേൾസിന്റെ എണ്ണം നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? 45 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അതായത് പെൺകുട്ടികളുടെ എണ്ണം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 45 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഇതിനേക്കാൾ 10 കൂടുതലാണ് അല്ലേ? ഗേൾസിനേക്കാൾ 10 കൂടുതലാണ് എന്ത്? ബോയ്സിന്റെ എണ്ണം. അപ്പോൾ നമുക്ക് 45 + 10 എന്ന് പറയുന്നത് 55 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളാണ്. കാര്യങ്ങളൊക്കെ നമ്മൾ തന്നിരിക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരാളുടെ ഏറ്റവും ചെറിയ അളവ് നമ്മൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ വലിയ അളവ് എന്ത് വരും? അതിനേക്കാൾ x+ ആയി വരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതിന്റെ ഉപയോഗം നമ്മൾ വരും ക്ലാസ്സിൽ പിന്നീട് പറയും. എന്നിട്ട് പിന്നെ നമ്മൾ ഇത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ഇക്വേഷൻ ഒന്നുകൂടെ ചുരുക്കി എഴുതി, എക്സും കൂട്ടിയിട്ട് 2x ആണെന്ന് എഴുതി. ഇവിടെ നമ്മുടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അതായത് എക്സ് അല്ലാത്ത എല്ലാ സംഖ്യകളും നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ദെൻ ഗേൾസിന്റെ 45 ആണെങ്കിൽ ബോയ്സിന്റെ 55 ആണെന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒരു ചരം ഉപയോഗിച്ചാൽ, ഒരു വാല്യൂബിൾ എക്സ് എന്നുള്ള ഒരൊറ്റ വാല്യൂബിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് 2 വാല്യൂബിൾ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ 2 വാല്യൂബിൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക,
നമ്മളിവിടെ സമവാക്യ ജോഡികളാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഞാനൊരു വീഡിയോ ഇതിന് മുമ്പ് ഒരു വീഡിയോ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ എന്ന് പറയുന്നത് എപ്പോഴാണ് ഉപയോഗിക്കുക എന്നുള്ളത്, നമ്മൾ ഒരു ചരം ഉപയോഗിച്ചെങ്കിൽ ഒരു വാരിയബിൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ മതി ആ ഒരു ചരത്തിന്റെ ഒരു വാരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന എക്സ് എന്നുള്ള ഒരൊറ്റ ചരമാണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ ഒരൊറ്റ സമവാക്യം മതി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. ഇനി ഞാൻ എക്സും വൈയും ഉള്ള രണ്ട് ചരങ്ങൾ എടുത്തെന്ന് വിചാരിക്കാം. ഒരു സമവാക്യം എക്സും വൈയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഞാൻ 10 എന്ന് എഴുതി ഒരു സമവാക്യം. ഇപ്പൊ ഇത് എന്താ വെച്ചാൽ ഒരു സമവാക്യമുള്ളൂ നമ്മുടെ കയ്യിൽ, ഒരു ഇക്വേഷനേ ഉള്ളൂ, പക്ഷെ രണ്ട് വാരിയബിൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് വാരിയബിൾസ് ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ മാത്രമേ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൂ. ഇത് ഉപയോഗിച്ച് നമുക്ക് എക്സിന്റെ വൈന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് ഇനിയും ഇക്വേഷൻസ് വേണം, ഇനിയും സമവാക്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പറയുന്നത് ഇത്രയാണ്, നമ്മൾ ഒരു വാരിയബിൾ അല്ലെങ്കിൽ ഒരു ചരം മാത്രമാണ് ഉപയോഗിച്ചെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ മതി. രണ്ട് വാരിയബിൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, രണ്ട് ഇക്വേഷൻ വേണം. 3 വാരിയബിളാണ് ഉപയോഗിക്കുന്നെങ്കിൽ 3 സമവാക്യങ്ങൾ വേണം. ഇങ്ങനെയാണ് പറയുന്നത്. അതായത് എത്ര ചരങ്ങളുണ്ടോ അത്രയും സമവാക്യങ്ങൾ, എത്ര വാരിയബിൾസ് ഉണ്ടോ അത്രയും ഇക്വേഷൻസും വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ക്വസ്റ്റിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അറിയാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഗേൾസിന്റെ എണ്ണം അറിയില്ല, ബോയ്സിന്റെ എണ്ണം നമുക്കറിയില്ല. അപ്പൊ അത്തരം കേസുകളിലാണ് നമ്മൾ രണ്ട് വാരിയബിൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇനി വേറെ മൂന്ന് കളർ ഓഫ് ബോൾസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ റെഡ് ബോൾ ഉണ്ട്, വൈറ്റ് ബോൾ ഉണ്ട്, ബ്ലാക്ക് ബോൾ ഉണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങളുണ്ട്. അതിന് 3ന്റെ എണ്ണം അറിയില്ലെങ്കിൽ നമ്മൾ എക്സ് എന്നും വൈ എന്നും സെഡ് എന്നും അല്ലെങ്കിൽ എ ബി സി എന്നുള്ള 3 ചരങ്ങൾ വാരിയബിൾസ് ഇട്ട് കൊടുക്കും. അപ്പൊ ആ 3 കണ്ടുപിടിക്കണം. അങ്ങനെ 3 അളവുകൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 3 സമവാക്യങ്ങളും 3 ഇക്വേഷൻസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ, ഏതൊക്കെയാണ് ഗേൾസിന്റെയും ബോയ്സിന്റെ എണ്ണാണ്. അപ്പൊ അതാണ് പറയാൻ പോകുന്നത്. ഞാനിവിടെ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു വാല്യൂകൾ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തെടുക്കുന്ന രീതി പറഞ്ഞു. ഇത് നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി രണ്ട് വാല്യൂകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതായത് ഞാൻ ഗേൾസിന്റെ എണ്ണത്തെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ് എന്നും ബോയ്സിന്റെ എണ്ണത്തെ ഞാൻ വൈ എന്നും എടുക്കും. ഓക്കെ, ഗേൾസിന്റെ എണ്ണത്തെ ഞാൻ എക്സ് എന്നും ബോയ്സിന്റെ എണ്ണത്തെ ഞാൻ വൈ എന്നും എടുക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് പറയാൻ പറ്റുന്ന കാര്യമാണ്, ഈ ബോയ്സിന്റെ ഗേൾസിന്റെ എണ്ണം കൂട്ടി കഴിഞ്ഞാൽ 100 ആണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് പറയാൻ പറ്റുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 100 ആണ് ഫസ്റ്റ് തന്നെ പറയുന്നത്. ഞാൻ ഗേൾസിന്റെ എണ്ണം എക്സ് ആണ്, ബോയ്സിന്റെ എണ്ണം വൈ ആണ്, അത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 100 ആണ്. ഡൗട്ട് ഇല്ലല്ലോ. ഇനി അപ്പൊ നമ്മൾ ഒരു ഇക്വേഷൻ എഴുതി വെച്ചു അല്ലെ, എക്സും വൈ ഉള്ള ഒരു ഇക്വേഷൻ എഴുതി വെച്ചു. രണ്ട് വാരിയബിൾ ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പൊ രണ്ട് ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെയാണ് വരാന്നുള്ളത് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ആയിട്ട് ആദ്യം പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ ആകെ കുട്ടികളുടെ എണ്ണം 100 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഉപയോഗിച്ച് നമ്മൾ എഴുതി വെച്ചു, ആകെ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ബോയ്സും ഗേൾസും കൂട്ടിക്കഴിഞ്ഞാൽ 100 ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഗേൾസിനേക്കാൾ എത്ര കൂടുതലാണ് ബോയ്സിന്റെ എണ്ണം, 10 കൂടുതലാണ്. അപ്പൊ ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്നത് എന്താണ്, ഗേൾസിനേക്കാൾ 10 കൂടുതലാണ് അല്ലെ, ഗേൾസിനേക്കാൾ 10 കൂടുതൽ. അപ്പോ ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് എക്സ് ആണ്, അതിലൂടെ 10 കൂട്ടിയാലാണ്, അല്ലെങ്കിൽ ഗേൾസിന്റെ എണ്ണത്തിലൂടെ 10 കൂട്ടി കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക, ബോയ്സിന്റെ എണ്ണം കിട്ടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിനെ നമ്മൾ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഈ എക്സിന് ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു വിചാരിച്ചോളൂ. എക്സ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായി മാറും, വൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 10 എന്ന് പറയാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് രണ്ട് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന സെന്റൻസിനെ നമ്മൾ ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യങ്ങളാക്കി മാറ്റാണ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ആകെ കുട്ടികളുടെ എണ്ണം ബോയ്സും ഗേൾസും കൂട്ടി കഴിഞ്ഞാൽ 100 ആണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ബോയ്സിന്റെ എണ്ണം കൂടുതലാണ്, എത്രയാണ്, ഗേൾസിനേക്കാൾ 10 കൂടുതലാണ്. അപ്പൊ ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് വൈ ആണ്. ഈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസിലൂടെ 10 കൂട്ടണം, എക്സിലൂടെ 10 കൂട്ടണം, അപ്പൊ നമുക്കിത് കിട്ടാം. അതിന് നമ്മൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ എക്സിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ y − x = 10 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് x + y = 100 എന്നുള്ള ഒരു ഇക്വേഷൻ, y - x = 10 എന്നുള്ള രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ എക്സിലും വൈയിലുള്ള രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ രണ്ട് സമവാക്യങ്ങൾ നമ്മൾ ഇതിന്റെ ചോദ്യം ആൻസർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, എക്സിന്റെയും വൈന്റെയും വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ ഇനി വരും ക്ലാസ്സുകളിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. മനസ്സിലാകുന്നുണ്ടോ? ഇനി നോക്കാം, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്തത് ഒരു ടാബിളും അതേപോലെ തന്നെ ചെയറും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, മേശയും കസേരയും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതൊന്ന് ക്ലിയർ ആയിട്ട് വായിക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ടാബിളും ഒരു ചെയറും, ഒരു കസേരയും ഒരു മേശയും വാങ്ങിച്ചു കഴിഞ്ഞാൽ 5000 rupees ആണ്. അതേപോലെ തന്നെ ഒരു ടാബിളും 4 ചെയറും വാങ്ങിച്ചു കഴിഞ്ഞാൽ 8000 rupees ആണ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു വേരിയബിൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ രണ്ട് വേരിയബിൾ ഉപയോഗിക്കാം. ഒരു വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും, അതല്ല രണ്ട് വേരിയബിൾ ഉപയോഗിച്ചും സോൾവ് ചെയ്യാൻ പറ്റും. രണ്ട് വേരിയബിൾ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്ന കാരണം രണ്ട് ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മേശയുടെ വാല്യൂ പൈസയാണ്, രണ്ട് ചെയറിൻ്റെ പൈസയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ചെയറിൻ്റെ വാല്യൂ ഞാൻ പ്രൈസ് ഓഫ് ചെയർ അല്ലേ, പ്രൈസ് ഓഫ് ചെയർ എന്ന് പറയുന്നത് ഞാൻ എക്സ് ആയിട്ട് എടുത്തെന്ന് വിചാരിച്ചു. ഓക്കെ, രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ചെയറും ടേബിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് മേശയുടെയും കസേരയുടെയും ആകെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 5000 ആണ് അല്ലെ. ഒരു മേശ ഒരു കസേര മേടിച്ച് കഴിഞ്ഞാൽ എത്ര രൂപ ആയി മാറി? 5000 ആയി മാറി. ഒരു ടേബിളും 4 ചെയറും കൂടെ മേടിക്കുമ്പോഴാണ് എന്തായി മാറുന്നത്? 8000 rupees ആയി മാറുന്നത്. ഓക്കെ, അപ്പോൾ ചെയറും ടേബിളും കൂടെ കൂട്ടി കഴിഞ്ഞാൽ 5000 ആണ്. ഞാൻ ഈ ചെയറിന്റെ വാല്യൂ നമ്മൾ എക്സ് എന്ന് എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ അതിനാണ് എക്സ് എന്ന് കൊടുക്കാൻ, പ്ലസ് ടേബിളിന്റെ പ്രൈസ് അല്ലെ, അതായത് കസേരയുടെ വില, ടേബിളിന്റെ പ്രൈസ്, ഇത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ 5000 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ടേബിളിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, പ്രൈസ് ഓഫ് ടേബിൾ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നുണ്ടാവുക? ഈ എക്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 5000 മൈനസ് എക്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഇതുവരെ എഴുതിയ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉണ്ട്. കാരണം ഇത് എന്തിനാണ് ചെയ്തേക്കുന്നത്? അതായത് ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് രണ്ടിന്റെയും സമ്മാണ്, തുകയാണ് തന്നിട്ടുള്ളത്. രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ 5000 രൂപയാണെന്നുള്ളത്. രണ്ടിന്റെയും വാല്യൂ നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഓരോന്നിനും എന്ത് ചെയ്യണം? എക്സ് ആയിട്ടും വൈ ആയിട്ടൊക്കെ ചൂസ് ചെയ്ത് നമ്മൾ ചരങ്ങൾ ഉപയോഗിച്ച് വാല്യൂകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യാം. അപ്പൊ അതിൽ നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത് ഒരെണ്ണത്തിന്റെ പ്രൈസ് ഇത് എക്സ് ആയിട്ട് എടുത്തു. ചെയറിന്റെ പ്രൈസ് ചെയറിന്റെ പ്രൈസ് ഞാൻ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ടേബിളിന്റെ മേശയുടെ പൈസ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഒരെണ്ണം എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ എന്ത് വരും? അതാണ് നമുക്കിവിടെ 5000 മൈനസ് എക്സ് എന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഒരെണ്ണത്തിന്റെ പ്രൈസ് ഞാൻ എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഈ ചെയറും ടേബിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 5000 ആണ്. അതിൽ ചെയറിന്റെ പ്രൈസ് എക്സ് എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞു, ടേബിളിന്റെ നമുക്ക് അറിയില്ല. ടേബിളിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ എക്സിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ 5000 മൈനസ് എക്സ് എന്ന് പറയാൻ പറ്റും. ഇനി ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, നമുക്ക് 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഇവിടേക്ക് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പോയിന്റാണ് ഇപ്പോൾ ചെയ്തു വെച്ചത്. അതായത് രണ്ട് സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ 10 ആണെന്ന് വിചാരിക്കാം. രണ്ട് സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ 10 ആണെന്ന് വിചാരിക്കാം. അതിൽ ആദ്യത്തെ നമ്പർ എക്സ് എന്ന് എടുത്തു. എന്താണ് ആദ്യത്തെ നമ്പർ? എക്സ് എന്ന് എടുത്തു. അപ്പൊ എനിക്ക് സെക്കൻഡ് നമ്പർ എന്ത് വരും എന്നുള്ളത് അറിയില്ല. ഓക്കെ, ഇതൊരു കോമൺ ആയി വരുന്ന ഒരു പോയിന്റ് ആണ്, ഒരു കോമൺ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ വാല്യൂ എക്സ് എന്ന് നിർത്തിയ രണ്ടാമത്തെ എന്ത് വരും? ശ്രദ്ധിക്കുക, ഒന്നാമത്തെയും രണ്ടാമത്തെയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. ഓക്കെ, ഒന്നാമത്തെ രണ്ടാമത്തെ കൂട്ടിക്കഴിഞ്ഞാൽ 10 കിട്ടും. അതിൽ ഒന്നാമത്തെ വാല്യൂ ഞാൻ എക്സ് എന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ എന്ത് വരും എന്നുള്ളതാണ് എനിക്ക് അറിയുന്നത്. 1 2 കൂട്ടിക്കഴിഞ്ഞാൽ 10 ആണ്. ഒന്നാമത്തെ ഞാൻ എക്സ് എന്ന് എടുക്കും. അപ്പൊ രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് എക്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 10 മൈനസ് എക്സ് ആണ് വരിക. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട്? 10 മൈനസ് എക്സ്. ഒന്നാമത്തെ എക്സ് ആണെങ്കിൽ ശരിക്കും ഒന്നാമത്തെ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ 10 മൈനസ് എക്സ്. അതേ കാര്യം തന്നെ ഇവിടെ സംഭവിച്ചുള്ളൂ. ഒന്നാമത്തെ വാല്യൂ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ വാല്യൂ 5000 മൈനസ് എക്സ് എന്ന് പറയാൻ പറ്റും. സംശയമില്ലല്ലോ. ഈ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അതായത് പറഞ്ഞിരിക്കുന്നത് 4 ചെയറും ഒരു ടേബിൾ അല്ലേ. ശ്രദ്ധിക്കുക, 4 ചെയറും ഒരു ടേബിളും മേടിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും? അപ്പോൾ ഒരു ടേബിളിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 5000 മൈനസ് എക്സ് എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. പ്ലസ് ഇതാണ് ഒരു ടേബിളിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി 4 ചെയർ അല്ലെ, ഒരു ചെയറിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര? എക്സ് ആണ്. അങ്ങനെ 4 ചെയറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 4x ആണ് വരുന്നുണ്ടാവുക അല്ലെ. അതായത് ഒരെണ്ണത്തിന്റെ പ്രൈസ് ഞാൻ 10 രൂപയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ 4 എന്ത് വരും? 4 × 10 അല്ലെ. 4 × 10 40 ആണ് വരുന്നത്. ഒരെണ്ണത്തിന്റെ പ്രൈസ് 100 ആണെങ്കിൽ 4 പ്രൈസ് 400, 4 അല്ലെ. അപ്പൊ ഒരെണ്ണത്തിന്റെ പ്രൈസ് എക്സ് ആണെങ്കിൽ 4 എന്ത് വരും? 4 × x 4x ആണ് വരുന്നുണ്ടാവുക. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ചെയറും ടേബിളും 4 ചെയറും ഒരു ടേബിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 8000 rupees ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ എന്തിനും എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ ഓരോന്നിന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. രണ്ടിന്റെ പ്രൈസ് 5000 ആണെന്ന് പറയുന്നുണ്ട്. അത് ഉപയോഗിച്ച് ഒന്നാമത്തെ പ്രൈസ് എക്സും രണ്ടാമത്തെ പ്രൈസ് 5000 മൈനസ് എക്സും നമ്മൾ എടുത്തു. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ടേബിളിന്റെയും 4 ചെയറിന്റെയും കൂട്ടിക്കഴിഞ്ഞാൽ 8000 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നോക്കാം, ശ്രദ്ധിക്കുക, 5000 നിന്നും 1x കുറയ്ക്കുന്നുണ്ട്, 4x കൂട്ടുന്നുണ്ട്. 1x കുറയ്ക്കുന്നുണ്ട്, 4x കൂട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന റിസൾട്ട് എത്രയാണ്? 5000 പ്ലസ് 4x ആണ് വരുന്നത്. നമ്മൾ 1 കുറച്ചിട്ട് 4 കൂട്ടാണ് ചെയ്യുന്നത് അല്ലെ. 1 കുറച്ചു 4 കൂട്ടി. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് 3 എക്സ്ട്രാസ് വരെയാണ് ചെയ്യുക. 3 കൂടുതലായിട്ട് 3x ആണ്, 4x അല്ല 3x ആണ്.
5000 പ്ലസ് 3x ഇസ് ഈക്വൽ ടു 8000 എന്ന് പറയുന്നത്. ഈ ഇത്തരം കാൽക്കുലേഷൻസ് ശ്രദ്ധിക്കാം. എക്സുകളുടെ കാൽക്കുലേഷൻസ്, അതായത് ചരങ്ങളുടെ വാരിയബിൾസിന്റെ കാൽക്കുലേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഇതിന് താഴെ അയക്കാം, നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ അയക്കാം. അപ്പോൾ അതൊന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് -x പ്ലസ് 4x എന്ന് പറയുന്നത് 3x ആണ് വരുന്നുണ്ടാവുക. ഇനി ശരിക്കും നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എക്സ് അല്ലാത്തതെല്ലാം നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം എന്തെങ്കിലും ഈ 5000 അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. കാരണം ഇവിടെ 5000 പ്ലസ് 3x ആണ്. 5000 പ്ലസ് 3x രണ്ട് പദങ്ങൾ നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതിൽ ഈ 5000 എന്ന് പറയുന്ന സംഖ്യയെ ഞാൻ മുഴുവനായിട്ട് ആദ്യം അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അല്ലാതെ ഇതിൽ 3നെ കൊണ്ടുപോകാൻ പാടില്ല, ആദ്യം 5000 കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് 3x is equal to 8000 മൈനസ് 5000 ആണ് വരുന്നുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ഈ 5000 എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ആയിട്ട് ഇതിന്റെ ചിഹ്നം, ഇതിന്റെ സൈൻ പോസിറ്റീവ് ആണ്, അത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായി മാറും, -5000 ആയി മാറും. ഇസ് ഈക്വൽ ടു 5000 പോയാൽ 3000 ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട് 3x is equal to 3000 ആണെങ്കിൽ x is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും, ശ്രദ്ധിക്കുക. 3x എന്ന് പറഞ്ഞാൽ 3 × x ആണ്. ആ ഇൻറ്റു ഗുണനം അല്ലെങ്കിൽ ആ മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ × 3 അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായി മാറും, 3000 ഡിവൈഡഡ് ബൈ 3 ഹരണമായി മാറും. അപ്പോൾ 3000 മുമ്പ് ഹരിച്ചാൽ എത്ര വരാം, 1000 വരുന്നുണ്ടാവും. അപ്പോൾ x എന്ന് പറഞ്ഞാൽ ചെയറിന്റെ പ്രൈസ് ആണ് അല്ലെ. ചെയറിന്റെ പ്രൈസ് ആണ് എന്തെന്ന് വരുന്നത്, x is equal to 1000 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടേബിളിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ടേബിളിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5000 മൈനസ് x ആണ്. ശ്രദ്ധിക്കുക, x എന്ന് പറയുന്നത് ചെയറിന്റെ പ്രൈസ് നമുക്ക് 1000 കിട്ടിയിട്ടുണ്ട്, 1000 എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടേബിളിന്റെ പ്രൈസ് ഓഫ് ടേബിൾ എന്ന് പറയുന്നത് എത്രയാണ്, 5000 മൈനസ് x ആണ്. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ 5000 മൈനസ് x എന്ന് പറഞ്ഞാൽ എത്ര വരിക, 5000 മൈനസ് x എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പോൾ എത്ര വരും, 4000 വരും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെയറിന്റെയും ടേബിളിന്റെയും പ്രൈസ് കിട്ടും. അപ്പോൾ ഒരെണ്ണം x കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പറയാൻ പറ്റും. ആ x കണ്ടുപിടിക്കാനുള്ള വഴികളാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം, കമന്റ് ബോക്സിൽ അറിയിക്കാം, ഞാൻ ചോദിക്കാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ ഒരു വാരിയബിൾ ഒരു ചരം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇനി രണ്ട് വാരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ ഇക്വേഷൻസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. നമ്മളൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിനെ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ, തന്നിരിക്കുന്ന സെന്റൻസിനെ ഇക്വേഷൻസ് ആക്കി മാറ്റും, സമവാക്യങ്ങളാക്കി മാറ്റും. ഇത് ഇതുപോലെ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഇതൊരു സമവാക്യമാണ്, അല്ലെങ്കിൽ ഇതേപോലെ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, ഇതൊരു സമവാക്യമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നിരിക്കുന്ന അളവുകൾ അനുസരിച്ച് അല്ലെങ്കിൽ സെന്റൻസ് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ സമവാക്യം ഉണ്ടാക്കിയെടുക്കും, അത് സോൾവ് ചെയ്യാണ് ചെയ്യുക. ഇനി രണ്ട് വാല്യൂകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരെണ്ണത്തിന്റെ പ്രൈസ് ഞാൻ ചെയറിന്റെ പ്രൈസ് x എന്നും ടാബിന്റെ പ്രൈസ് y എന്ന് എടുത്തെന്ന് വിചാരിച്ചോളൂ. ഒരെണ്ണം x ആണ്, രണ്ടാമത്തത് y ആണ്. അപ്പൊ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഓരോന്നും മേടിക്കും, ഒരു ചെയറും ഒരു ടാബിളും മേടിച്ചാൽ 5000 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചെയർ പ്ലസ് ഒരു ടാബിൾ ഇസ് ഈക്വൽ ടു 5000 എന്ന് പറയാൻ പറ്റും. ഇത് ചെയറിന്റെ പ്രൈസ് ആണ്, ഇത് ടാബിളിന്റെ പ്രൈസ് ആണ്. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 5000 ആണ് എന്ന് നമുക്ക് പറയാം. മനസ്സിലാകുന്നുണ്ടോ? ഇനി ശ്രദ്ധിക്കാം രണ്ടാമത്തെ കാര്യം. രണ്ടാമത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 4 ചെയറും ഒരു ടാബിളാണ്. 4 ചെയറും ഒരു ടാബിളും. അപ്പൊ ഒരു ചെയറിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പൊ 4 പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, 4x ആണ് വരിക. 4 × x. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 ആണ് വരുന്നെങ്കിൽ 4 × 100 എന്ന് പറയുന്ന പോലെ അല്ലെ. അപ്പൊ ഒരെണ്ണത്തിന്റെ പ്രൈസ് എത്രയാണ്, x ആണെങ്കിൽ 4 പ്രൈസ് എന്ത് വരും, x വരും. ഒരു ടാബിൾ അതായത് y is equal to 8000 എന്ന് പറയുന്നത്. ഓക്കെ, എത്ര വരിക, 8000 എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് തന്നിരിക്കുന്ന സെന്റൻസിനെ ഇക്വേഷൻസ് ആക്കി മാറ്റാം. ആദ്യം പറയുന്നത് എന്താണ്, ഒരു ചെയറും ഒരു ടാബിളും കൂടെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപയാണ് വരുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 4 ചെയറും ഒരു ടാബിളും കൂടെ മേടിച്ചാൽ 8000 രൂപയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, ഈ ചോദ്യത്തെ രണ്ട് ചരങ്ങളുള്ള അല്ലെങ്കിൽ രണ്ട് വാരിയബിൾസ് ഉള്ള രീതിയിൽ നമ്മൾ ഇക്വേഷൻസ് ഇങ്ങനെയാണ് ആക്കി മാറ്റുന്നത്. ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒരേ ചോദ്യം തന്നെ ഒരു വാരിയബിൾ അല്ലെങ്കിൽ ഒരു ചരം ഉപയോഗിച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യനും പറഞ്ഞു, രണ്ട് വാരിയബിൾ ഉപയോഗിച്ചുള്ള ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യം പറഞ്ഞു. ഇനി ഇത് സോൾവ് ചെയ്യുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാം, വരും അടുത്ത ടോപ്പിക്കിൽ അല്ലെങ്കിൽ വരും ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായി വരുന്ന ടോപ്പിക്ക്. തന്നിരിക്കുന്ന ക്വസ്റ്റിനെ രണ്ട് വാരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കണം. രണ്ടോ രണ്ടിൽ കൂടുതൽ ഇക്വേഷൻസ് ഉണ്ടായ കുഴപ്പമില്ല. മിനിമം രണ്ട് ഇക്വേഷൻസ്, രണ്ട് വാരിയബിൾ രണ്ട് ചരങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മിനിമം രണ്ട് സമവാക്യം
സമവാക്യങ്ങൾ വേണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് അല്ലെങ്കിൽ ഏത് വാല്യൂബിളാണ്, എയും ബി ആണോ അല്ലെങ്കിൽ എമ്മോ എൻ ആണോ ഏതാണ് ഉപയോഗിച്ചത് അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൻ്റെ ബേസിക് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഇനി ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.